സോ ഗൈസ്, ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില തോരനാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങയില എടുത്ത് ഇലയെല്ലാം പറിച്ചെടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനെയൊക്കെ അരയ്ക്കാനായിട്ട് ഒരു 5 പച്ചമുളക്, ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും തേങ്ങായി, ഒരു മുറി തേങ്ങായി തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ഞാൻ കടുക് വറുക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ചട്ടി ഇവിടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലിട്ട് കടുക് വറുക്കാനായിട്ട് 2 മുളക് മുറിച്ചിടുന്നുണ്ട്. മുളക്, അതിൻ്റെ കൂടെ കുറച്ച് കടുക്, ഒരു നുള്ളി ജീരകം, നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കും. വേണ്ടി ഞാൻ എടുത്തു വെച്ചിരുന്ന പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച്, തേങ്ങയും കൂടെ ചതച്ച്, ശകലം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തതാണ് ഇത്. അത് ഈ മുരിങ്ങയിലക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക. അതിനുശേഷം ഞാനിതിലോട്ട് ഈ മുരിങ്ങയിലയ്ക്ക് കുറച്ച് വേവുള്ളത് കൊണ്ട് ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മുരിങ്ങയില ചേർന്ന് ആഴ്ചയിലൊരിക്കൽ കഴിച്ചാൽ ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്നതാണ്, ഔഷധ ഗുണമുള്ളതാണ്. അതെല്ലാവർക്കും അറിയായിരിക്കും. ഇനി ഇതൊന്ന് വേകുന്നവരെ ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കാൻ പോകും. മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ വെള്ളമെല്ലാം പറ്റി നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ല സൂപ്പർ തോരനാണ്. എല്ലാവരും ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക.